കോട്ടയം ഭാഗത്തൊക്കെ കല്യാണത്തിന് തലേദിവസം വെക്കുന്ന ഒരു മീൻകറിയുണ്ട്. അടിപൊളി ടേസ്റ്റാണ് അതിന്. കപ്പയുടെ കൂടെ കഴിക്കാനോ പറയുകയും വേണ്ട. പറയുമ്പോ നാവീന്ന് വെള്ളം ഊറുന്നു. നല്ല എരിവും കൊടമ്പുളിയൊക്കെ വെച്ച അടിപൊളി ഒരു മീൻകറി ഉണ്ടല്ലോ. ഇന്ന് നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. മീൻകറി വെക്കുമ്പോൾ മൺചട്ടി വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ചട്ടി ചൂടാകുമ്പോഴേക്കും നല്ല വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയും മീൻകറി വെച്ചാൽ അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇനി എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഉലുവ. ഉലുവ ഒരുപാട് കൂടി കഴിഞ്ഞാലും കഴിക്കും. അതുകൊണ്ട് ഒരു പിഞ്ച് മതിയേ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായി പൊട്ടി വരുമ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു 5-8 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കളറ് കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കോട്ടയം സ്റ്റൈൽ മീൻകറിയുടെ മെയിൻ ഐറ്റം ആണല്ലോ കൊടംപുളി. എരിവും പുളിയും ഒന്നും ഒട്ടും കുറയാൻ പാടില്ല. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ കൊടംപുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് ആ വെള്ളം കൂടെ ചേർത്തിട്ട് വേണം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോഴേക്കും നമ്മൾ ഈ മുളക് പൊടിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു ഡാർക്ക് കളറിലേക്ക് വരും. ഇതൊരു മെയിൻ കാര്യമാണ്. ഇത് ചെയ്യാൻ മറക്കരുത്. ഇതാണ് നമുക്ക് ഇതിനൊരു നല്ലൊരു ഡാർക്ക് കളറിലേക്ക് കിട്ടുന്നത്. ഇനി അതൊന്ന് നന്നായിട്ട് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. വെള്ളം ഒരുപാട് കൂടാനും പാടില്ല, എന്നാൽ ഒട്ടും കുറയാനും പാടില്ല. ദാ ഈ ഒരു പരുവത്തിൽ 1 കപ്പ് മാത്രം മതി. അതൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് ഈ മൂടി തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. നന്നായിട്ട് തിളച്ചു വരുമ്പോൾ മാത്രം വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറ്റയാണ് എടുത്തേക്കുന്നത്. 1 കിലോ വറ്റയാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചു കഴിയുമ്പോൾ മാത്രമാണ് ഇതിലേക്ക് മീനും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ നേരത്തെ നമ്മൾ മീൻ ഇട്ട് കൊടുത്താൽ മീൻ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നന്നായിട്ട് തിള വരുമ്പോൾ മാത്രമാണ് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. ദാ ഇപ്പം മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം. ഇപ്പോൾ ഉപ്പ് നോക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഈ മീനിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരത്തില്ലേ, അതുവരെ ഒന്ന് വറ്റിച്ചെടുക്കാം. ദാ ഇപ്പം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഈ പുളിയും എരിവും എല്ലാം മീൻകറി നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. അതിനാണ് മൂടി വെച്ച് കൊടുക്കാൻ പറയുന്നത്. ഒരു 10 മിനിറ്റിന് ശേഷം മാത്രം ഇത് തുറന്നു നോക്കുക. ദാ ഇപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടത്തിലോ കപ്പയുടെ കൂടത്തിലോ എന്തിൻ്റെ വേണമെങ്കിലും കൂടത്തി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കുന്നതുമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.